ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് ക്രിസ്മസ് ടൂർ പോവാണ്. ക്രിസ്മസ് ടൂർ പോവാണ് അല്ലേ? ക്രിസ്മസ് പറ ക്രിസ്മസ് പറ ക്രിസ്മസ്. എന്താ വെച്ചാൽ നമ്മളിന്ന് എവിടെ പോണം? വാഗമൺ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് വാഗമണ്ണ് പോവാണ്. എവിടെ പോണ? ആ, വാഗമണ്ണ്. മിനിമം ഇല്ല, സെറ്റ് ആയിട്ടല്ലോ. ഹർഷ ബാംഗ്ലൂരിൽ നിന്ന് വന്നു. ഓ, സൂരജ് വരുന്നുണ്ട്. സൂരജ് ഫ്രീക്കാണ്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഞങ്ങൾ ഇനി അങ്ങനെ 2 വണ്ടികളിലാണ് പോണത്. ഒരു കിയ, ഒരു എം ജി വണ്ടിയിലും പോകുന്നു. ഇനി വണ്ടിയിൽ കയറിക്കോളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ ബൈ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ഭക്ഷണമുണ്ട്. ഇവിടുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കണത്. അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഹർഷ മീൽസ്. നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഫുഡ് എല്ലാവരും കഴിക്കും. അപ്പം അങ്ങനെ ഭക്ഷണങ്ങൾ കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ലച്ച് നമ്മുടെ വണ്ടിയിൽ വന്നു. ആകോ ഹർഷ നമ്മുടെ വണ്ടിയിൽ കയറി. ഇപ്പൊ നോക്കിക്കോ. അങ്ങനെ നമ്മൾ വാഗമൺ ടൗൺ എത്തിക്കഴിഞ്ഞു. സിറ്റി ബാഗ് അത് കുഴപ്പമില്ല. മരുന്ന് കഴിക്കുന്നതിന് അല്ലേ? മരുന്ന് കഴിക്കുന്നതിന് സന്തോഷമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റേ ചെയ്യുന്ന സ്ഥലമെത്തി. ഈ ഒരു സ്റ്റേക്ക്, ഈ ഒരു റിസോർട്ടിന് ഒരു കഥയുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. ഒരു 6 മണി കഴിഞ്ഞു. ഒരു വ്യൂ പോയിന്റിലെത്തി. എന്ത് രസം, എന്താ രസം കാണാറിയോ? നോക്കി, നല്ലൊരു വ്യൂ ആണ്. നോക്കി. യെസ്, മേഘ ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് മേഘ? നല്ല വ്യൂ. അതന്നെ, വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. താഴെ വീണ പൊടിയില്ല. നമുക്ക് നല്ല സൺസെറ്റ്. അപ്പോൾ എല്ലാവരും എന്താ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞു. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കുളിക്കുന്ന ഫ്രഷായി ഇനി ഭക്ഷണമൊക്കെ കഴിക്കുക. പിന്നെ റീൽസ് പരിപാടികൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ചപ്പാത്തി ചിക്കൻ കറി രാത്രിത്തെ ഫുഡ്. എനിക്ക് ഫുൾ ഷോട്ടാ ഇഷ്ടം. എങ്ങനെ വന്നായിരുന്നു? ഓട്ടോറിക്ഷ ആലോചിക്കാൻ പാടില്ല. എത്ര നേരം എടുത്ത് വരാൻ? ഫുട്ബോൾ കളിച്ചു. ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കല്ലേ? ക്രിക്കറ്റ് കളിക്കില്ല. ഏതായുള്ള ഡ്രസ്സ്? ബാഡ്മിന്റൺ കളിക്കാം. പേരെന്തായിരുന്നു? മുട്ടക്കറി. ചെരുപ്പ് ഏതാ ബ്രാൻഡ്? ഫുട്ബോള്. ക്രിസ്മസിന് കേക്ക് മുറിച്ചോ? ഹോക്കി. ഏതാ കേക്ക്? ഏതായിരുന്നു കേക്ക്? നട്ടല്ല. കേക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ഭയങ്കര എരിവ്.
ടേസ്റ്റ് പറയാൻ പാടില്ല. നല്ല രസമുണ്ടായിരുന്നു ഫുഡ്. അതെ, എന്താ കഴിച്ച്? മഞ്ഞ കളറായിരുന്നു. അതെ, മഞ്ഞ കളറിൽ എന്തായിരുന്നു? ആ തലനയുടെ അടിയിലുണ്ട്. എന്ത്? മറ്റേ ബെൻസിന്റെ അടിയിലുള്ള സാധനം ഇല്ലേ, അതാണോ തലനടിയിലുള്ളത്? അതിന്റെ മുകളില് പച്ച കളർ അടിച്ചു. പച്ച കളർ പിന്നെ വേറെ ഏതൊക്കെ അടിച്ചിട്ടുണ്ട്? ചെരുപ്പ് റാക്കിന്റെ ഉള്ളിൽ വെച്ചു. റാക്കില് ഷൂസ് ഉണ്ടോ? സൂരജിന്റെ മുടി വെട്ടാറായിരുന്നു. അതെ, സൂരജിന്റെ മുടി വെട്ടിയാലോ എന്നാ? അപ്പൊ പക്ഷെ വികൃതി ഒന്ന് കുറഞ്ഞു. കൂട്ടണോ വികൃതി? അമ്മുവിന്റെ എക്സാം എളുപ്പമായിരുന്നു. അതെ, രേവുവിന്റെ പല്ലേ ക്ലിപ്പ് നല്ലോ. എല്ലാരും ഉത്തരം പറഞ്ഞോ? ശ്രീജു ഇന്നലെ ബാങ്കിൽ ലീവായിരുന്നു. എന്താ? മറ്റേ പാന്റില്ലേ, അതൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. എന്തിനാ? ചേട്ടൻ കഴിച്ചോ? നല്ല തലവേന. ലച്ചു എവിടെ? വയറുവേന എടുക്കണോ? അനുചേച്ചി ചീത്ത പറഞ്ഞോ? നിന്റെ പൊട്ടൻ. ചേട്ടൻ എന്താ കഴിച്ച്? നല്ല കുതിപ്പ്. അയ്യോ, നല്ല കുതിപ്പ്. വൈനടിക്കോ? ബാങ്ക് പോസ്റ്റ് അല്ല. ബാങ്കിൽ എന്ത് പോവാത്ത്? എനിക്കിഷ്ടല്ല. ഹർഷ എപ്പ എത്തി? കുളിച്ചോണ്ടിരിക്കാം. ഇന്നലെ എന്താ കഴിച്ചേ? നല്ല സോപ്പ്. സോപ്പ് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു വാഗമൺ ട്രിപ്പ്? അച്ഛൻ വീട്ടിലുണ്ട്. അച്ഛൻ എന്ത് പറയണു? മഞ്ഞ കളറ് മുടി. മഞ്ഞ കളർ. ടീഷർട്ട് എവിടെ വാങ്ങിയേ? റെജറിന്റെ കണ്ണട നല്ല രസമുണ്ട്. അതെന്താ? വാച്ചില് 8 മണി. ഏത് വാച്ചില്? ചെരുപ്പ് പൊട്ടി എന്റെ. എങ്ങനെ പൊട്ടി? നല്ല കളറ് മുടി എന്റെ. അതെന്താ? അതെന്താ മുടിക്ക് എത്ര കളറ്? വലിയ നല്ല ടൈറ്റ്. അതെന്താ? വയറ് എനിക്കുന്നു. വയറെന്ത് കാര്യമാണ്? കാറിൽ പോവാൻ തോന്നുന്നു. അതെന്താ കാറിൽ പോകുന്നു? നല്ല തലവേന. അതെന്താ തലവേദനയുടെ കാരണം? വിശക്കണ എനിക്ക്. അതെന്തിനാ വിശക്കണേ? ബാറ്ററിത്തെ വെള്ളം മാറ്റുക. അതുകൊണ്ടാണോ വിശക്കണത്? ചേച്ചി കഴിച്ചോ? അടുത്താരാ ഇരിക്കണേ? രാവിലെ ഓടാൻ പോണം. അതെന്തിനാ? എനിക്ക് നല്ല ഹായ് സ്നേ. എന്താടി? എന്താ കഴിച്ചേ? 2 അടിക്കണം. ഓഫീസിൽ പോയില്ലേ? ശ്രീചേട്ടൻ എന്താ? ചേട്ടൻ എവിടെ? അഗുന് സുഖല്ലേ? അഗുന് ചിന്തേച്ചി എന്താ ഈ ഡ്രസ് ഇട്ടിരിക്കണത്? നീ ഏത് സോപ്പിട്ട് വിളിച്ചേ? വിബ്രൻ എന്തിനാ ഇട്ടിരിക്കുന്നത്? നിനക്ക് ഇഷ്ടമുള്ള കളർ ഏതാ? അപ്പുന്റെ കയ്യിൽ എന്തോ ഉണ്ട്. അപ്പൂന്റെ കയ്യിൽ എന്താണ്? വെച്ചു ഉറങ്ങി. ലച്ചു ഉറങ്ങീന്? അമ്മ എന്താ നടക്കണത്? നിനക്ക് ഓഫീസില്ലേ? ഇന്നലെ പോയി. എന്താ അമ്മു? ശരിക്കും അമ്മുവിന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുളിക്കായിരുന്നു. ഏത് സോപ്പ് ഇട്ടിട്ടാ കുളിച്ചേ? ഭക്ഷണം കഴിക്കായിരുന്നു. ഭക്ഷണം കഴിച്ചത് എങ്ങനെ? ഏത് കൈ കൊണ്ടായിരുന്നു? അപ്പഴൂടെ. അമ്മുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? മയില്. മയിലാണോ ഫ്രണ്ട്? ഹർഷേച്ചി. അർഷേച്ചിയാണോ ഫ്രണ്ട്? അപ്പയുടെ ക്ലാസ്. മയിലാണോ ഫ്രണ്ട്? അർഷേച്ചി. അർഷേച്ചിയുടെ ഫ്രണ്ട് ആരാ? കുപ്പി. കുപ്പി എന്ന് പറഞ്ഞ ബിയർ കുപ്പി. ഏത്? ബിയറിന്റെ കുപ്പി. ആ, ഏത് കുപ്പി? ബിയറിന്റെ കുപ്പി. എങ്ങനെ ഇങ്ങോട്ട് വന്നേ? നല്ല സുഖമുണ്ടായിരുന്നു. സുഖാണോ? ഭക്ഷണം കഴിച്ചു. എന്ത് ഭക്ഷണം കഴിച്ചേ? രാവിലെ ഓടാൻ പോണം. ഓടാൻ പോയിട്ട്? ട്രക്കിങ്ങിന് പോണം. ഓടാൻ പോയിട്ട്
ചേച്ചിയുടെ പേരെന്താ? ഇനുവിന് സുഖാണോ? ഇനുവിന് സുഖാണോ? മൂക്കിലപ്പിയ മൂക്കിലെന്താ? മുടി വെട്ടിത്രേ. മുടി കെട്ടിട്ട്. അഗുവിന്റെ ഷർട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഏത് കളറ് ഷർട്ടാ? മുടിയിലെന്താ അടി? മുടി എന്താണ് ചോയ്ക്ക്? മുടിയിലെന്താ? മാല നല്ല രസമുണ്ട് രഘു. എവിടുന്നാ മാല എടുത്ത്? കമ്മലിൽ എന്താ ഒരു പുട്ട്? കമ്മലില് പൊട്ടുണ്ടോ? നഖത്തൊന്ന് ക്ലീൻ ആക്കി കൂടെ? നഖം ക്ലീൻ ആക്കണം. അവിടെ നോക്കിട്ട് ഉത്തരം അറിയാനേ. ചെരുപ്പ് ഏത് കളറാ? കണ്ണിലൊരു കുരു. മാങ്ങയുടെ കളർ എന്താ? തലയില് മുടി പോവാണേ. എങ്ങനെ എന്താ കാരണം? ചുണ്ടില് മൊളിയണു. അതെന്തേ? ഇപ്പൊ എന്തിനാ വീഡിയോ എടുക്കുന്നത്? മാങ്ങ നല്ല രസമുണ്ട്. അതെന്താ മഞ്ഞ കളറുണ്ടാ? തക്കാളി പിടിക്കണം നാളെ. തക്കാളി പിടിക്കണം നാളെ. അതെന്തിനാ? ഓ കണ്ണാടി നോക്കി എന്ത് രസാ. ഏത് കണ്ണാടി? ശ്രീജേട്ടൻ സുഖല്ലേ? എപ്പോഴാ സുഖമായത്? ആ സ്നേഹ. ആ സ്നേഹാണോ? ആ സ്നേഹ അറിയില്ല. ഈ ബനിയൻ എവിടെ വാങ്ങിയ? മുടി നല്ല നരച്ചുണ്ടല്ലോ. ആരാ? എന്റെ മുടിയോ? കണ്ണാടി നല്ല രസമുണ്ട്. അതെന്താ? അതെന്താ? ചുമ്മാ ചുമ്മാ അതെന്താണല്ലോ ചോദിച്ചോ? എന്താ അതെന്താ ചുമ്മാ? വേറെല്ലോ പറഞ്ഞു. അല്ല എന്താ രസം? ചുമ്മാ രസം. അഗുവിന്റെ പേരെന്താ? ആവേ. അഗുവിന്റെ അടുത്തിരിക്കണ ആരാ? ഷർട്ടിൽ എന്താ ഇങ്ങനെ? ഇനു അഗുവിന്റെ ആരാ? സൂര്യചേട്ടൻ എന്തേ? സൂചേട്ടന് മുടി എന്താ ഇങ്ങനെ? വിഭവം എന്താ ചെയ്യണേ? വിവാഹം എന്തേ? എന്റെ മാമ്പഴത്ത് കളിക്കണേ. ശ്രീജോമൻ അങ്ങനെ ഇരിക്കണേ? മേമി മാലിട്ടില്ലേ? അതല്ലേ ചിന്തേ? ദേവന്റെ മുടി പറയുന്നുണ്ട്. രഘു രണ്ടാമത്തെ സ്റ്റഡ് കുത്തിട്ടുണ്ടോ? കൺമശി എങ്ങനെ പറഞ്ഞേ? വിമാമയുടെ കണ്ണിലെന്തോണ്ട്? വിവാഹയുടെ കണ്ണിലെന്തോ ഉള്ളേ? മിന്നാന്റെ ഇത് പിടിച്ചേ. പിടിച്ചേക്കണേ. അപ്പുന്റെ കയ്യിലെന്തോണ്ട്? അപ്പുന്റെ കയ്യിലെന്തോ ഉള്ളേ? ചോദിച്ചില്ല. അപ്പു Happy Christmas. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ പിറ്റേ ദിവസം രാവിലെയായി എണിച്ച് ഫ്രഷായി. സമയം ഏകദേശം 9 മണിയായി. ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇഡ്ഡലിയും ചപ്പാത്തിയും ചിക്കൻ കറിയും. എൻ്റെ ചേച്ചിയൊക്കെ ഇതാ പോകുന്നുണ്ട്. ചേച്ചി ഒരു ഇതുമില്ല, ഒരു കോംപ്രമൈസും ഇല്ല. നല്ല തീറ്റ. ഞാൻ കണ്ട പോസാണ്. ലച്ചോ ഗുഡ് മോർണിംഗ്. എല്ലാവരും ഫ്രഷായി. സമയം 9 മണിയായി. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിസോർട്ടിൻ്റെ കാര്യം. ഇത് നമ്മുടെ മിന്നി ചേച്ചിയും രജിയേട്ടൻ്റെയും റിസോർട്ടാണ്. അപ്പോൾ ഞങ്ങളൊരു പ്ലാൻ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കാമെന്ന്. അപ്പോൾ അങ്ങനെ വാഗമണ്ണ് വന്ന് ഇവിടെ 2 ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ മിന്നി ചേച്ചിയും രജിയേട്ടനെയും കാണിച്ചു തരാം. ഇതാണ് മിന്നി ചേച്ചി. ഇതാണ് മിന്നി ചേച്ചി. രജിയേട്ടൻ അത് അപ്പു മിന്നി ചേച്ചിൻ്റെ കുട്ടിയാണ്. അപ്പോൾ നല്ല കളിയാണ്. ഒരു കാറും ബസ്സും കിട്ടിയാൽ മതി, ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. അപ്പൂട്ടാ ഹായ്. നോക്കണൊക്കെ ഉണ്ട്, പക്ഷെ തിരക്കാണ്. ആ വാ വാ അങ്ങോട്ട് അങ്ങോട്ട് വാ. ഇവിടെ കമ്മോൺ ഇവിടെ കമ്മോൺ. ഇവിടെ നോക്കിയോ തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. തേയിലത്തോട്ടം ട്രീ എല്ലാം ഉണ്ട്. നല്ല അടിപൊളിയാണ്. നല്ല തണുപ്പുണ്ട്. പിന്നെ അവിടുത്തെ ഹില്ല് നോക്കി നോക്കി ഇതുണ്ടോ, മലയിലെന്തോ തുടങ്ങുകയാണ്. നല്ല തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല.
ഇതാ ലച്ചു വന്നു. ലച്ചു ഗോൾഡൻ ഫാമിലി വയ്യൂ. ഹായ്. ഹായ് ഗോൾഡൻ ഫാമിലി വയ്യൂ. ഹായ് ഹായ്. എങ്ങനെയുണ്ട് മേഘ ക്ലൈമറ്റ്? നല്ല ക്ലൈമറ്റ് അല്ലേ? വീട്. ഇനി എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. ട്രെക്കിംഗ് ഉണ്ടോ, ഇനി കറങ്ങാൻ പോകണ്ടോന്ന് അറിയില്ല. കുറച്ച് നേരം ഇരുന്നിട്ട് ലച്ചിനെ കാണുന്നു. ഹായ്. അപ്പോൾ നോക്കാം എന്താ പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ നേരെ എവിടേക്കാണ് പോകണം മേഘ? ഫസ്റ്റ് പൈൻ ഫോറസ്റ്റ് പോവാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി. സ്നേഹം നോക്കാം. സ്നേഹം ഒരു കമൺ സ്നേഹം നോക്കട്ടോ. ഹായ് ഹായ്. സൂപ്പർ ആയിട്ടില്ലേ? അപ്പോൾ നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റ് പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റ് എൻട്രി ആയി. ഇനി നമ്മളങ്ങനെ പോകുന്നു. പൈൻ ഫോറസ്റ്റ് എത്തി. 30 രൂപ ഒരാൾക്ക്. ഇതാണ് സ്ഥലം അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. നല്ല ഫോട്ടോ ഫ്രെയിമൊക്കെ വന്ന് വേണം ചെയ്യാം. ഇതാണ് പൈൻ ഫോറസ്റ്റ്. നല്ല തിരക്കാണ്. നല്ല തിരക്ക്. ഇവിടുന്ന് റീൽസ് എടുക്കണല്ലേ മേഘേ? കാല് കുത്ത കാലല്ലേ അവിടെ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല കയറ്റട്ടോ. കാണുന്ന പോലെ അല്ല, നല്ല റിസ്ക്കാ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ശ്രീചേട്ടൻ അയ്യാണ്ട് നിൽക്കുക തോന്നും. കുഴപ്പമില്ല. ഞങ്ങളെ പൈൻ ഫോറസ്റ്റിന് അങ്ങനെ വന്നു. നല്ല തിരക്കാണ് അവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നേരെ മൊട്ടക്കുന്നിക്ക് വന്നു. മൊട്ടക്കുന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ കാണിച്ചു തരാം. ഈ മൊട്ടക്കുന്ന് എന്താ അത് കാണിച്ചു തരാം. അതാണ് മൊട്ടക്കുന്ന്. എൻട്രി കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് കയറി പോകണം. പക്ഷേ അവിടെ ഫുള്ള് തിരക്കാണ്. അപ്പോൾ വേറൊരു വെറൈറ്റി സ്ഥലം ഇവിടെ ഒരു മൊട്ടക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ പോണത്. റിജേട്ടനും മിനി ചേച്ചി മുന്നേ ഇവിടെ എത്തി. ഇവിടെ ഒരു ഹിഡൻ സ്പോട്ടാണെന്നാണ് പറയണവർ. കണ്ട അവിടെ ഇരിക്കേണ്ടവർ. വാവ്, എന്ത് രസം. എല്ലാ മുട്ടക്കുന്നാണ്. ഇത് കാണുന്നതൊക്കെ മുട്ടയാണ്. ഓ കണ്ടോ, 1 മുട്ട, 2 മുട്ട, 3 മുട്ട, ഓൾ മുട്ട. ഇതാ അവിടെ അവർ വരാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. ഹായ് 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 ഹായ്. എവിടെയായിരുന്നു ഇത്ര നേരം? ഹായ്, വരുന്നുണ്ട് എല്ലാവരും. ഹായ്, അതന്നെ ഹായ് ഹായ്. ഇത് അമ്മു, ഇത് കോട്ടായി രേവു, ഇത് വല്ലപ്പുഴ ഇനു. വല്ലപ്പുഴ അല്ല, പിന്നെ തൂത, പട്ടാമ്പി. ഇവിടെ ഇത് പട്ടാമ്പി ഇനു. ഇത് പാലപ്പുറം ഗാങ്. ഇത് പാലപ്പുറം ഗാങ്. ഫോണെടുത്ത് അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും എത്തി. ഇതാ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നേരെ റൂമിലേക്ക് ഇനി പോവാണ്. ക്യാമ്പ് ഫയർ കത്തിക്കാൻ പോകുന്നു. കത്തുന്നില്ലേ? ക്യാമ്പ് ഫയറിന് തിരികൊളുത്തി ശ്രീചേട്ടൻ. ഇതാ ആളി കത്തുന്നു. അപ്പു നോക്കടാ. എന്ത് പേടി? പേടിച്ചിട്ടാ? അപ്പു കരയല്ലേ? പേടിച്ചിട്ടാണോ? എങ്ങനെയുണ്ട് നമ്മുടെ? കഷ്ടപ്പെട്ടത് വേറെ ആൾക്കാരാ. ഏകദേശം കല്ലും മരമൊക്കെ വെച്ച് സെറ്റാക്കി. നല്ല തണുപ്പുണ്ട് കേട്ടോ, കാണുന്ന പോലെയില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി അങ്ങനെ കിടത്താണ് ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ കാണാം. അപ്പോൾ
റെജിയേട്ടനും മിന്നി ചേച്ചിയും അമ്മുവും ബൈ ബൈ. അതെ റെജിയേട്ടാ ബൈ. ചിന്തിച്ച് കരയാണ്. അപ്പൊ അങ്ങനെ ഒരു യാത്ര പറയുന്നു. ഇനി നമ്മളും 1 മണിക്കൂറിന് ശേഷം യാത്ര പറയുന്നു. ദാ മേഘ ഓടി വരുന്നു. പോയി. അപ്പോ നമ്മൾ പാക്കിങ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്നു. എല്ലാരും റെഡിയായി. എല്ലാരും സൈറ്റ് റെഡിയായി. ശ്രീചേട്ടൻ ഡോറടച്ച് ക്ലോസ് ആക്കി. ഹർഷ ലച്ചു നമ്മൾ എവിടേക്ക് പോകണം ലച്ചു? എവിടേക്ക്? ഏനോ നമ്മളിപ്പോ എവിടെ പോണ? ബോട്ടിങ് ചെയ്തിട്ട് നമ്മള് അതില് വെള്ളത്തിൽ വീഴുന്നു. ആ അതെ കയാക്കിങ് അല്ലേ? ചായ വേണോ? ഇന്നത്തെ ഫുഡ് നമ്മുടെ പുട്ടായിരുന്നു. കടല ചായ ആയിരുന്നു. അത് കഴിച്ച് സെറ്റായി. ശരി, അതാ നമ്മൾ പോണ വണ്ടി പോട്ടെ. അപ്പോൾ ഞങ്ങൾ നേരെ ബോട്ടിങ്ങിന് വന്നിരിക്കുകയാണ്. കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക കേട്ടോ. ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി. ഇനി നമ്മൾ നേരെ കയാക്കിങ് അവിടെ എത്തണേ. എന്ത് മനസ്സിലൊരു പേടിയുള്ളത്. ഇതാ ബോട്ടിങ്ങിന് പോണം. നമ്മള് കയാക്കിങ് ഇവർക്ക് പേടിയുള്ളവരെ കൊണ്ട് നമ്മള് കയാക്കിങ് പോയില്ല അല്ലേ? ഇവർക്ക് പേടിയുള്ളവരെ കൊണ്ടേ കയാക്കിങ് ഞങ്ങൾ പോയില്ല. നിങ്ങൾക്ക് പേടിയുള്ളവരെ കൊണ്ട് നമ്മളെല്ലാരും കയാക്കിങ് പോയി. ഹൗസ് ബോട്ട് ഒരു ഹെൽപ്പറിനെ വെച്ചിട്ട് നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഹൗസ് ബോട്ടല്ല, സോറി, ഒരു തോണി. പെഡൽ ബോട്ടും അല്ല, ഇത് സാധാ ബോട്ട്. വീഡിയോ അവര് കണ്ടു നമ്മളെ. കയാക്കിങ് ചെയ്തൊരു ഫീൽ കിട്ടിയില്ലേ? ഒന്നും കാണാനില്ല എനിക്ക് അങ്ങനെ എടുക്കണ്ടോ. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കണ വെയിലത്തില്ലായിരുന്നു. ഫുൾ ഫ്രീക്കാണ്. രേവു പിന്നെ തണുത്തിട്ടാണ് തുണി ഇട്ടിക്കണ മേലെ. ഇപ്പൊ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അടിപൊളി ഒരു പ്ലേസാണ് അല്ലേ? റിപ്പിൾസ് റെസ്റ്റോറൻറ്റ്. ഏകദേശം തൊടുപുഴ അവിടെയാണ്. തൊടുപുഴ ഏകദേശം ടൗണത്തിന് മുന്നേ അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, ബൈ 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 കാണിക്കൂ, ബൈ കാണിക്കൂ, ബൈ കാണിക്കൂ. ബൈ 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 ബൈ. ലച്ചു ബൈ. Bye 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 bye. See you soon.